ശ്രീ അടൂർ പ്രകാശ്, നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഏറ്റവും എളുപ്പത്തിലേക്ക് നീങ്ങാൻ, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഈ പ്രഖ്യാപനം. ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന ഈ നടപടിക്രമങ്ങൾ അതിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുമ്പോട്ട് പോകുന്ന പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യുവാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി പോകുന്ന അവസരത്തിൽ ഇത് ഒന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് തീർച്ചയായും ഏതാണ്ട് 54 ലക്ഷത്തോളം പേർക്ക് പുതുതായി ഇതിൽ ഉൾപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം വരും 2002 ഉൾപ്പെടാത്തവർക്ക്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തുക, അതിന് മുൻകൈ എടുക്കുക എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടി സഹായത്തോടു കൂടിയാണ്. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായി നിറവേറ്റപ്പെടുന്ന ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പൊതുജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം വരാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ളത്. അത് ജനാധിപത്യ ബോധമുള്ള ഏതൊരാൾക്കും ആ കാര്യങ്ങളെ കുറിച്ച് പറയുവാനും അതിനുള്ള അവകാശമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോ അത് ആ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ അതിൽ തെറ്റുണ്ടാകും എന്ന് കരുതുന്നില്ല. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അപ്പീൽ നൽകുക ഇത് സാധ്യമാണോ? ഇനി ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് മുന്നിൽ വഴികളുണ്ടോ ഇത് അല്പം നീട്ടിവെക്കുക എന്നത് സംബന്ധിച്ച്? അത്തരത്തിലുള്ള വഴികൾ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് ആയി നടത്തേണ്ട പ്രവർത്തനങ്ങളും ജോലികളുമാണ്. പക്ഷെ ആ കാര്യങ്ങൾ ഒക്കെ തന്നെ നിറവേറ്റപ്പെടുമ്പോൾ അതിന്റെ എല്ലാ വരാഴികളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത് തൽക്കാലം മാറ്റിവെക്കണം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടത്. പക്ഷെ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും ജനാധിപത്യപരമല്ല ഈ തീരുമാനം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശ്രീ അടൂർ പ്രകാശ് MP ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്.